പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം 3 പരീക്ഷാഫലങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. ഈ 3 പരീക്ഷയും കൃത്യസമയത്ത് നടത്തുന്നതിന് വേണ്ടിയും പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയും സഹകരിച്ച എല്ലാവരെയും ഞാൻ എൻ്റെ അവതരിപ്പിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു. എനിക്കാകെ പറയാനുള്ളത്, നമുക്ക് ഈ രംഗത്ത്, പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള ചെയ്യേണ്ടത് ദേശീയ പരീക്ഷകളിലും മറ്റ് സാർവദേശീയ പരീക്ഷകളിലുമൊക്കെ തന്നെ ഒരു കാരണവശാലും അവരെ പിന്തള്ളാൻ വേണ്ടി പാടില്ല. അതിന് അധ്യാപക സമൂഹത്തിന്റെ പിന്തുണ വേണം, രക്ഷാകർത്ത സമൂഹത്തിന്റെ പിന്തുണ വേണം. അല്ലാതെ പാരമ്പര്യമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് നമുക്ക് ഇതിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇത് മുഖ്യ പങ്ക് വഹിക്കേണ്ടത് അധ്യാപകർ, അത് കഴിഞ്ഞാൽ രക്ഷാകർത്താക്കൾ, കുട്ടികളുടെ സഹകരണം വേണം. അത് ഈ വരാൻ പോകുന്ന വർഷക്കാലം അതിനുവേണ്ടി ഒരു ഡ്രൈവ്, അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുകയാണ്. അതിനുവേണ്ടി അധ്യാപക സംഘടനയുടെ യോഗം അടുത്ത ആഴ്ച ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. അവരെ കൂടി അഭിപ്രായം മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരിക്കും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അവരെല്ലാം നല്ല പിന്തുണയും സഹായം ഉണ്ട്.